ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റേഴ്സ് കിച്ചൻ. ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ റവയും അതേപോലെ തന്നെ തേങ്ങ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സ്വീറ്റ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട, ഒട്ടും തന്നെ എരിവൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതല്ലേ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ അടിപൊളി സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്കൊരു 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. 1 കപ്പ് റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 250 ml കപ്പിനാണ്. ഇനിയിപ്പോൾ ഗ്ലാസ്സിനാണെങ്കിലും കുഴപ്പമില്ല, 1 ഗ്ലാസ് റവ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി അതിൻ്റെ കൂടെ തന്നെ മധുരത്തിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അടുത്തേക്ക് പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട, കാരണം തേങ്ങയുടെ മിക്സിലും നമ്മൾ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ റവയും അതേപോലെ തന്നെ പഞ്ചസാരയും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് രണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ റവ ഒട്ടും തന്നെ വേവിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല, ഒട്ടും തന്നെ കയ്യിൽ നമുക്ക് മുറുക്കി പിടിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് നമ്മൾ റവ എടുത്തതുകൊണ്ട് 1.5 കപ്പ് വെള്ളം വേണം നമ്മൾ ചേർക്കാനായിട്ട്. എടുത്ത അതേ കപ്പിന് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ ഗ്ലാസ്സിനാണെങ്കിലും 1.5 ഗ്ലാസ് വെള്ളം തന്നെ എടുക്കുക. അപ്പോൾ ഇനി വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന റവയുടെയും പഞ്ചസാരയുടെയും ആ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് തിളച്ച വെള്ളത്തിലേക്ക് ചേർക്കേണ്ട, കുറച്ചായിട്ട് ഒരു 2-3 തവണയായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ബാക്കിയുള്ള റവ മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുഴുവൻ റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വെള്ളത്തിൻ്റെ കൂടെ ആ റവയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും റവയൊന്ന് വെന്ത് വരാൻ പാകത്തിന് വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. നന്നായിട്ട് റെഡിയായിട്ട് വരുമ്പോൾ ഇത് പാനിൽ നിന്ന് നന്നായിട്ട് അങ്ങ് വിട്ടുപോരും. ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാനായിട്ട്. റവയെ വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഒരു മീഡിയത്തിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ മീഡിയത്തിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. കണ്ടോ, നമ്മുടെ റവയൊക്കെ ആണെങ്കിലും ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് റവ എടുക്കുമ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്ത് ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 2-3 മിനിറ്റെങ്കിലും ഇതിനകത്ത് തന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഒന്ന് മൂടി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്ക് വേണം ഒന്ന് മാറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ റവയുടെ മിക്സൊക്കെ ആണെങ്കിലും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉള്ളിൽ തേങ്ങയുടെ ഒരു കുഞ്ഞ് ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ അടുത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഏതാണോ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെയ്യാണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകി വെച്ചതാണ്, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നെയ്യുടെയും തേങ്ങയുടെയും കൂടെ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അടുത്തേക്ക് പഞ്ചസാരയാണ്. അപ്പോൾ ഇത്രയും മാത്രം പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മധുരം ഭയങ്കരമായിട്ട് അങ്ങ് കൂടിപ്പോവും. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു മധുരമാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടി നിർബന്ധമായിട്ട് വേണമെന്നുള്ളവർക്കാണ് കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് മൂന്നും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ആ തേങ്ങയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി ആ നെയ്യുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നാൽ മാത്രം മതി. ഇപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സായി പതുക്കെ ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് പതുക്കെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ തീ ചൂടൊന്ന് ആറി കഴിഞ്ഞിട്ട് വേണം നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മളിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ച റവയാണെങ്കിലും ഞാൻ ഇതാ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമോ പറ്റിയതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ആദ്യം നമ്മൾ വെള്ളത്തിൻ്റെ കൂടെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ചൂടോട് കൂടിയിട്ട് വേണം നമ്മൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ റവ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ച് ശരിക്കും ഒന്ന് മയപ്പെടുത്തി എടുക്കുക. ചെറിയ ചൂടുണ്ടാവും, അത് കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ തേങ്ങയുടെയും തീ ചൂടൊന്ന് ആറിയിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുക്കാവുന്ന ആ ഒരു ചൂടിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ റവയുടെ മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് ചെറിയൊരു ബോളായിട്ട് എടുത്ത് നമുക്ക് സാധാരണ കൊഴുക്കട്ടയ്ക്കൊക്കെ പരത്തില്ലേ അതേപോലെ തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ റവയാണെങ്കിൽ നന്നായിട്ട് വേവിച്ച് ശരിക്കും ഒന്ന് സോഫ്റ്റാക്കി എടുത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും.
കണ്ടത് ഇപ്പോൾ കറക്റ്റായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിപ്പത്തിൽ ചെയ്തെടുക്കാം, അല്ല ചെറുതായിട്ട് മതിയെങ്കിൽ ചെറുതായിട്ടും കൂടി ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ തേങ്ങയുടെയും അതേപോലെ തന്നെ പഞ്ചസാരയുടെയും മിക്സ് നമ്മുടെ ഇതിൻ്റെ നടുക്കിലേക്ക് വെച്ച് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ വയ്ക്കുമ്പോൾ നമ്മുടെ ആ വലിപ്പം നോക്കിയിട്ട് വേണം, നമ്മുടെ റവ പരത്തിയതിൻ്റെ വലിപ്പം നോക്കിയിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചൊന്ന് മടക്കി കൊടുക്കാനായിട്ട്. അതിനുശേഷം പതുക്കെ ഒന്ന് സൂക്ഷിച്ച് ഇതേപോലെ ഒന്ന് ഉരുട്ടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കതങ്ങ് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ റൗണ്ട് ഷേപ്പിലാണ് ഇങ്ങനെ ആക്കിയെടുത്തിരിക്കുന്നത്. ഒരു കറക്റ്റ് റൗണ്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പൊക്കെ അല്ലേ, ആ ഒരു രീതിക്കാണ് ഞാനിവിടെ ആക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല എളുപ്പത്തിലുണ്ടാവും. അല്ല ഒരുപാട് റൗണ്ടായി പോയി കഴിഞ്ഞാൽ ഉള്ളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അങ്ങ് വെന്ത് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല കാണാനാണെങ്കിലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഒരെണ്ണം കൂടി നമുക്ക് അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ ചെയ്തതിന് കുറച്ചും കൂടി ചെറുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മടക്കിയെടുക്കുമ്പോൾ ആ കാര്യം ഒന്ന് സൂക്ഷിച്ച് മടക്കിയെടുത്താൽ മതി. ഉള്ളിലെ ഫില്ലിങ്ങും കുറച്ച് വെച്ച് നമ്മളൊന്ന് മടക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ തേങ്ങയും അതേപോലെ തന്നെ റവയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു ചേരുവകൾ മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ തേങ്ങ മിക്സ് ചെയ്യുന്ന നേരത്ത് ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല, അല്ലാതെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു 5 എണ്ണം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനാണെങ്കിൽ നല്ലൊരു ഭംഗിയൊക്കെ ഇല്ലേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എണ്ണയൊക്കെ ആണെങ്കിലും ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഒരു മീഡിയത്തിലേക്ക് വയ്ക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഓരോന്നും നമുക്ക് പതുക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ കുറച്ച് അധികമോ അതോ ചെറുതോ വേണമെങ്കിൽ ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ 2 എണ്ണം മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വശമൊക്കെ പതുക്കെ ഒന്ന് റെഡിയായി കഴിയുമ്പോൾ നമുക്കത് ശരിക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും കരിയാനായിട്ട് നിൽക്കണ്ട കേട്ടോ, കാരണം തേങ്ങയും എന്തായാലും വെന്ത് വന്നതാണ്, റവയും പതുക്കെ ഒന്ന് വെന്ത് വന്നതാണ്. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. 2 വശം നന്നായിട്ട് റെഡിയായിട്ട് കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് ചെയ്തെടുക്കാം. കാരണം നമ്മളിപ്പോൾ ഈ ഷേപ്പിലാക്കിയതുകൊണ്ട് ഫ്രൈ ചെയ്ത് വന്നപ്പോഴാണെങ്കിലും കാണാനും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിരുന്ന 5 എണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ 2 വശം നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. നമ്മളിപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് റവ ഉപയോഗിച്ച് വേറെയും സ്നാക്സ് റെസിപ്പീസും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിൽ കയറി ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ.